പക്ഷെ വെറുത്തിട്ടല്ലെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ, എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സോ ഇന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് അശ്വതിയുടെയും അനുവിൻ്റെയും കല്യാണം വരുന്നുണ്ട്. സോ ആ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയായിരിക്കും ഈ ഒരു ഹാമ്പർ ബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതുവരെ ഹാമ്പർ ബോക്സ് കണ്ടിട്ടും ഇല്ല, ചെയ്തിട്ടും ഇല്ല. സോ ഇതെങ്ങനായി തീരും എന്ന് നമുക്ക് കണ്ടറിയാം. ആൻഡ് ഞങ്ങൾ ആദ്യം വിചാരിച്ച ഈ ഹാമ്പർ ബോക്സ് ഞങ്ങൾ തന്നെ ഒരു ഫ്രണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ചു, അശ്വതിയാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ സർപ്രൈസൊക്കെ തരുന്ന ഒരാളാണ്. അതായത് വിഷു കഴിഞ്ഞിട്ടും പോലും പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ സെൻഡ് ചെയ്ത് തരുന്ന ഒരാളാണ്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾക്കും അത്രത്തോളം സന്തോഷമാവില്ലേ? അങ്ങനെ വിചാരിച്ച് ഞങ്ങളൊരു ഹാമ്പർ ബോക്സ് ചെയ്യാൻ പോവാം. സോ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അശ്വിനി, ഇത് അവസൻ. ഓക്കെ, നമുക്ക് ആദ്യമേ ഹാമ്പർ ബോക്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിന്റെ സൈഡിൽ കോർണറൊക്കെ സേഫായിട്ട് റിബണൂടെ കിട്ടിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇതിലെ വലിയൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ മേടിച്ച സാധനമൊക്കെ ഇതിനകത്ത് കയറുമോ ഇല്ലേ, കറക്റ്റ് ആവുമോ എന്നറിയത്തില്ല. ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം മേടിച്ചൊരു സ്ലിം ബാഗാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണെന്നൊക്കെ പറയുന്നത്. മിന്ത്രയിലാണ് മേടിച്ചത്. ഞങ്ങൾ 3 പേരെ ഗ്രൂപ്പൊക്കെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലൊക്കെ എടുത്തതാണ്. ഇഷ്ടപ്പെട്ടു തോന്നുന്നത് അവശന് മാത്രം ഇഷ്ടപ്പെട്ടു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കാണാൻ നല്ല ലുക്കുണ്ട്. നല്ലൊരു കുഞ്ഞു ബാഗില്ലേ എന്നുള്ള ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസൊക്കെ പോകുമ്പോൾ മാത്രം ഇട്ടാലും മതി. വള്ളിയൊക്കെ കൃത്യമായി യൂട്യൂബ് വീഡിയോ ഒന്നും ഇടാൻ അറിയത്തില്ല, പറയാനും അറിയത്തില്ല. സത്യം പറയാൻ ഞങ്ങളെല്ലാം ശ്വാസം കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. വള്ളിയൊക്കെ നീട്ടാൻ പറ്റുന്നത് മെയിൻ ഡൗട്ട് എന്താണെന്ന്, ഞങ്ങളൊരു കുടയും കൂടി അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കുട ഈ ബാഗിനകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. അശ്വതി നീ ഇത് കാണുന്നുണ്ടെങ്കിൽ അവന്റെ സ്പെഷ്യൽ സെലക്ഷനാണ് പർപ്പിൾ കളർ നോക്കിയെടുത്തത്. രണ്ടുപേരും കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആലോചനകളൊക്കെ വന്ന് മൂടുമെന്നുള്ള പേടിയിലാണ് രണ്ടുപേരും മുഖം കാണിക്കാത്തത്. ഓക്കെ, നമ്മുടെ കുട കയറും ഗൈസ്, കുട കയറുന്നവർക്ക് ഇതൊരു പെർഫ്യൂമാണ്. അത് ഏപ്പിക്കലാണ്. ഏപ്പിക്കാണ് അശ്വതിയെ കല്യാണം കഴിക്കാൻ 2000 രൂപയുടെ ആന്ന് ആവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊക്കി വെക്കണമായിരുന്നു. ഇങ്ങനൊക്കെ ആരെങ്കിലും ഹാമ്പർ കൊടുക്കുവോ? ഓ, അവശന്റെ ഐഡിയ ഒക്കെ കുട തന്നെ പൊളിഞ്ഞു വന്നൊരു സാധനം നിങ്ങൾ അടി വെച്ചിട്ട് പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എഫക്ട് വരുത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കേറുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പഴുതി എടുത്തിട്ട് കേറുന്ന മാത്രം നമുക്ക് വേണ്ടിയല്ല, ബോക്സിൽ കൊള്ളിക്കാൻ വേണ്ടിട്ട്. ഇത് മുറിച്ചിട്ട് ഇത് മടക്കി വെക്കാം. പിന്നെ മുണ്ടക്കേറ്റിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവ മേടിച്ചാലും കുഴപ്പമില്ല. ഈ പൂവ് ഈ പൂവിന്റെ ഇവിടെ കൊണ്ട് നമുക്ക് കണ്ടിച്ചു ഇതും പക്ഷെ ഇങ്ങനെ പൊങ്ങിയിരിക്കണം. ഞങ്ങൾ ഒന്ന് നല്ല നോക്കി നിനക്ക് തരുവുള്ള ആവശ്യമില്ല. അതുകൊണ്ട് മുട്ടായി കഴിച്ച് 2 അഭിപ്രായം ആവശ്യം പറയുന്നതായിരിക്കും. മുട്ടായി ഇഷ്ടപ്പെട്ടില്ലേ? വെരി ടേസ്റ്റിയാണ്, പക്ഷെ വെറുത്തിട്ടല്ലെന്നാണ് അവൻ പറയുന്നത്. വൈ ഇവർ 2 ഈ മുട്ടായി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിന്റെ ഒരു അഭിപ്രായം ഇത്രയും
ഗതികെട്ട ഒരു ഹാമ്പർ ബോക്സ് വേറെ കാണിക്കില്ലെന്നാണ്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ ഹാമ്പറിനകത്ത്. ഞങ്ങൾക്ക് ഇത് വെറുതെ കിടക്കുന്നതിന്റെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആവശ്യം പറഞ്ഞു ഞാൻ ഹാമ്പർ ബാഗ്സിനകത്തൊക്കെ ഈ പേപ്പർ വരെ ഇരുന്നൊരു സംഭവം. അതിന് വേണ്ടി ഞങ്ങൾ പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പോകും. ഒരു കഥാപാത്രം നമ്മുടെ കഥയിലോട്ട് കയറി വരികയാണ്. ഹാമ്പർ ബോക്സിനെ കുറിച്ച് 2 വാക്ക്. സൂപ്പറാണ്, പൊളിയാണ്, ആവശ്യ വളരെ മനോഹരമാണ്. ഞാൻ വരാത്തോണ്ട് ഞങ്ങളൊരു കത്തൂടെ എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന വഴി. ഞാനൊരു വിൻറ്റേജ് വൈബ് വരാൻ വേണ്ടിയാണ് കീറിയത്. പക്ഷെ കീറി വന്നപ്പോഴത്തേന് അതന്നെ അതാണ് ഞങ്ങളുടെ മനസ്സിൽ. പക്ഷെ കീറി വന്നത് ഒരു മെനയാകുന്നില്ല. അതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? പറയണ ഇത് കത്തിക്കേ. എന്റെ അമ്മ ഒരു കത്തോടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇസ്തറ്റിക് ആയിട്ട് കത്തിച്ചെടുത്ത് നമ്മുടെ പേപ്പറിലാണ് ഞങ്ങൾ കത്തെഴുതിയേക്കുന്നത്. ഒന്ന് കെട്ടിക്കൂടെ കാണിച്ചടാ. ഇപ്പൊ എന്തോ ഒരു പനിയാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താ ചെയ്തേ പയറിന്? ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ഹാമ്പറെല്ലാം സെറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹാമ്പർ? കൊള്ളായിരുന്നോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇത്ര നേരം ഇരുന്ന് കണ്ടതിന്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് പ്ലീസ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. ബൈ.